ഹലോ, ടെക്നോ ടിപ്പ് സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മിക്കവാറും എല്ലാത്തരം വണ്ടികളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കുറേ നാളത്തെ ഉപയോഗത്തിന് ശേഷം നിങ്ങളുടെ വണ്ടിയുടെ ഫുട്റെസ്റ്റ് ഇതുപോലെ തൂങ്ങി ഇളകിയാടുന്നത്. ഫുട്റെസ്റ്റ് ഊരിയെടുത്ത് ഈ ഭാഗത്ത് ചെറുതായി ഒന്ന് വെൽഡ് ചെയ്ത് ലെങ്ത് കൂട്ടുകയോ അല്ലെങ്കിൽ പുതിയ ഫുട്റെസ്റ്റ് മാറിയിടുകയോ ആണ് ഇതിന് സാധാരണയുള്ള സൊല്യൂഷൻ. നിങ്ങളുടെ വീട്ടിൽ കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ 4 രൂപയ്ക്ക് കടയിൽ നിന്ന് വാങ്ങി ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള വീഡിയോയാണ് ടെക്നോ ടിപ്പ് സ്റ്റോറിയിൽ ഇന്ന്. ആദ്യം തന്നെ നമുക്ക് ഫുട്റെസ്റ്റ് ക്ലാമ്പിൽ നിന്നും വേർപെടുത്തിയെടുക്കാം. അതിനുവേണ്ടി ഈ കാണുന്ന സ്പ്ലിറ്റ് പിൻ അഥവാ ക്വാർട്ടർ പിൻ നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട്. ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ വളച്ചു വെച്ചിരിക്കുന്ന ഭാഗം ഇതുപോലെ നിവർത്തി മുകളിലൂടെ ഇതുപോലെ കുത്തി വലിച്ചൂരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഫുട്റെസ്റ്റ് ക്ലാമ്പിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന നീളമുള്ള പിൻ ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ മെല്ലെ കുത്തി പൊക്കി നമുക്ക് വലിച്ചൂരിയെടുക്കാവുന്നതാണ്. എട്ട് മില്ലിമീറ്ററിൻ്റെ ഇതുപോലുള്ള ഒരു ബോൾട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ബോൾട്ടിൻ്റെ ഹെഡിൽ ഇതുപോലെ റെഡിമെയ്ഡ് വാഷറുള്ള ഫ്ലാഞ്ച് ബോൾട്ട് ആകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഫ്ലാഞ്ച് ബോൾട്ട് കിട്ടിയില്ലെങ്കിൽ സാധാ ടൈപ്പ് ബോൾട്ട് ആയാലും മതി. 8 മില്ലിമീറ്ററിൻ്റെ ബോൾട്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഫുട്റെസ്റ്റിൻ്റെ ഹോളിനുള്ളിലേക്ക് ബോൾട്ടിൻ്റെ ഹെഡ് കടന്നാൽ മാത്രമേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പണി നടക്കുകയുള്ളൂ. ബോൾട്ട് ഹെഡ് ഇതുപോലെ കടക്കുകയും വേണം, എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനും പാടില്ല. അതുകൊണ്ടാണ് 8 മില്ലിമീറ്റർ ബോൾട്ട് തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. ഈ കാണുന്ന 10 മില്ലിമീറ്റർ ബോൾട്ട് ആണെങ്കിൽ ഫുട്റെസ്റ്റിൻ്റെ ഹോളിനുള്ളിലേക്ക് ബോൾട്ടിൻ്റെ ഹെഡ് കടക്കുന്നതല്ല. ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഹോളുള്ള ടൈപ്പ് വണ്ടിയാണെങ്കിൽ 8 മില്ലിമീറ്റർ ബോൾട്ട് അതിലൂടെ ഈസിയായി പുറത്തേക്ക് പോകുന്നതാണ്. അതൊഴിവാക്കാനായി നമുക്ക് ഒരു വാഷർ ഇട്ട് കൊടുക്കാം. ബോൾട്ടിൻ്റെ ഹെഡും വാഷറും ഫുട്റെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് ഹോളിനുള്ളിലൂടെ കടത്തി കൊടുക്കാം. ഫുട്റെസ്റ്റിൻ്റെ ഹോളിനുള്ളിലേക്ക് ബോൾട്ടിൻ്റെ ഹെഡ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുട്റെസ്റ്റിൻ്റെ പിന്നിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ വരുന്ന വാഷർ ഇട്ട് നമുക്ക് കൈകൊണ്ട് മെല്ലെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ഈ കാണുന്ന ഹോളിനുള്ളിലൂടെ സ്പ്ലിറ്റ് പിൻ കടത്തിയതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് പ്രസ് ചെയ്ത് കയറ്റാം. സ്പ്ലിറ്റ് പിന്നിൻ്റെ 2 അഗ്രഭാഗങ്ങളും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തന്നെ നമുക്ക് വളച്ചു വയ്ക്കാവുന്നതാണ്. ഇതുകൂടി കഴിഞ്ഞാൽ ഫുട്റെസ്റ്റിൻ്റെ കണ്ടീഷൻ പക്ക പുതിയതുപോലെയായി. അമർത്തി ചവിട്ടിയാലും താഴേക്ക് പോകുന്നതല്ല. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.